നമസ്കാരം. മിസ്റ്റിക് ഇതിഹാസത്തിന്റെ മറ്റൊരു ആത്മീയവും അത്ഭുതകരവുമായ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിലെ ചില തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ കണ്ണുകൾ ചെയ്യുന്നതല്ല, നമ്മുടെ ആത്മാവാണ് ചെയ്യുന്നത്. നമ്മൾ കാണാതെ പോകുന്ന ചില സൂചനകൾ പ്രകൃതി നമ്മളോട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഒരു പക്ഷിയുടെ സാന്നിധ്യത്തിലൂടെയും ചിലപ്പോൾ ഒരു ജീവിയുടെ പ്രതീകത്തിലൂടെയും ദൈവം നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങൾ നമ്മളെ അറിയിക്കാറുണ്ട്. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതും അത്തരം ഒരു ദൈവ നിശ്ചയമായിരിക്കാം. കാരണം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സാധാരണ ഒരു തൊടുകുറിയല്ല. നിങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ആഗ്രഹങ്ങളും നിങ്ങളുടെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളും തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു ആത്മീയ മൈൻഡ് റീഡിംഗ് കൂടിയാണിത്. ജീവിതത്തിൽ ഒരുപാട് പേർക്ക് പറയാനാകാത്ത സങ്കടങ്ങൾ ഉണ്ടാകും. ചിലർ സാമ്പത്തിക പ്രശ്നങ്ങളിൽ പെട്ട് വിഷമിക്കുന്നു, ചിലർ ജോലി കിട്ടാതെ കാത്തിരിക്കുന്നു, ചിലർക്ക് വിവാഹം വൈകുന്നു, ചിലർ വിശ്വസിച്ചവരുടെ ചതിയിൽ തകർന്നിരിക്കുന്നു, ചിലർക്ക് എത്ര ശ്രമിച്ചിട്ടും ഭാഗ്യം മാത്രം ഒപ്പം എത്തുന്നില്ല. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം ഒരിക്കലും തന്റെ ഭക്തനെ കൈവിടില്ല. ചില അനുഗ്രഹങ്ങൾ വൈകുന്നത് ശരിയായ സമയത്ത് അതിനേക്കാൾ വലിയ അനുഗ്രഹം നൽകാനാണ്. ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ 2 വിശുദ്ധ പ്രതീകങ്ങൾ കാണാം. ഒന്നാമത്തേത് പച്ചത്തത്ത. പച്ചത്തത്ത വെറുമൊരു പക്ഷിയല്ല, ഐശ്വര്യത്തിന്റെയും സന്തോഷ വാർത്തയുടെയും പുതിയ അവസരങ്ങളുടെയും ദൈവത്തിന്റെയും അനുഗ്രഹ സന്ദേശത്തിന്റെയും പ്രതീകമായിട്ടാണ് ആത്മീയ വിശ്വാസങ്ങളിൽ കണക്കാക്കപ്പെടുന്നത്. രണ്ടാമത്തേത് മീൻ. മീൻ സമൃദ്ധിയുടെയും ധനഭാഗ്യത്തിന്റെയും ജീവിതത്തിലെ പുതിയ ഒഴുക്കിന്റെയും തടസ്സങ്ങൾ മാറി ഭാഗ്യം ആരംഭിക്കുന്നതിന്റെയും പ്രതീകമാണ്. പല ആത്മീയ പാരമ്പര്യങ്ങളിലും മീൻ ഐശ്വര്യത്തിന്റെ ലക്ഷണമായിട്ടാണ് കരുതപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമായ ഒരു കാര്യം. കണ്ണുകൾ പതുക്കെ അടയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം മനസ്സിലോർക്കുക. അല്ല എങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക. ശേഷം മനസ്സൊരുക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുക: ഭഗവാനെ, എനിക്കിപ്പോൾ അറിയേണ്ട സത്യം എന്നെ അറിയിക്കണമേ. എനിക്ക് ലഭിക്കേണ്ട ഭാഗ്യം വൈകാതെ എൻ്റെ ജീവിതത്തിൽ എത്തിക്കണമേ. എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറി ശരിയായ വഴിയിലൂടെ എന്നെ നടത്തണമേ. ഇപ്പോൾ പതുക്കെ കണ്ണുകൾ തുറക്കുക. പച്ചത്തത്തയോ മീനോ? ആദ്യം നിങ്ങളുടെ മനസ്സ് ഏത് ചിത്രത്തിലേക്കാണോ ആകർഷിക്കപ്പെടുന്നത് അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അത് നിങ്ങളുടെ കണ്ണുകളെടുത്ത തീരുമാനമല്ല, നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ തിരഞ്ഞെടുപ്പാണ്. ഒരുപക്ഷെ അതിനു പിന്നിൽ ദൈവത്തിന്റെ അദൃശ്യമായ അനുഗ്രഹവും ഉണ്ടായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുത്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ തിരഞ്ഞെടുത്തത് പച്ചത്തത്തയോ അതോ മീനോ? നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചും സാമ്പത്തിക ഭാഗ്യത്തെക്കുറിച്ചും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന പുതിയ അവസരങ്ങളെക്കുറിച്ചും നിങ്ങളെ തേടിയെത്തുന്ന സന്തോഷ വാർത്തകളെക്കുറിച്ചും ദൈവം നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചും എന്താണ് പറയുന്നതെന്ന് ഇനി വളരെ വിശദമായി നമുക്ക് മനസ്സിലാക്കാം. അതിനു മുൻപേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മിസ്റ്റിക് ഇതിഹാസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പ്രിയ നാമങ്ങൾ ഒരു പ്രാർത്ഥനയായി കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഏറ്റവും ആദ്യം തന്നെ ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള പച്ചത്തത്തയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങളാണ് പറയുവാൻ പോകുന്നത്. വാസ്തവം പറഞ്ഞാൽ, അതായത് ഈ തൊടുകുറി പ്രകാരം നിങ്ങൾ ഈ തത്തയെ തിരഞ്ഞെടുത്തതിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി പറയാൻ സാധിക്കുന്നത്, നിങ്ങളെപ്പോലെ ഇത്രയും സഹനശക്തിയുള്ള മറ്റാളുകളില്ല എന്ന് തന്നെ ഉറപ്പായും പറയേണ്ടി വരും. അതെന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നോക്കിയാൽ ഇത്രയധികം കഷ്ടനഷ്ടങ്ങളും ത്യാഗവും സഹിച്ചത് അല്ലെങ്കിൽ അത് സഹിക്കാൻ ശേഷിയുള്ള മറ്റാളുകൾ വളരെ വിരളമായിരിക്കും. അതായത് നിങ്ങളുമായി അവരെ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ അവർ അനുഭവിക്കുന്ന പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ അത് വളരെ ചെറുതാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എങ്കിൽ പോലും ഇവിടെ എടുത്തു പറയുവാനുള്ളത്, എത്ര വലിയ വീഴ്ചകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അതിൽ നിന്നും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുവാനുള്ള നിങ്ങളുടെ ആ ഒരു കഴിവ് അത് അപാരം തന്നെയാണെന്ന് അംഗീകരിച്ച് തരേണ്ടി വരും. പറയാൻ കാരണം, ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവരാണ് നിങ്ങളുടെ സ്ഥാനത്ത് ഇതുപോലെ ഈ പ്രതിസന്ധികൾ അവർ അഭിമുഖീകരിക്കുന്നതെങ്കിൽ അവർക്ക് ഈ സമയം അവിടെ പിടിച്ചു നിൽക്കുവാൻ സാധിക്കില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ സഹനശക്തി തന്നെയാണ് ദൈവം നിങ്ങൾക്ക് നൽകിയ, നിങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ടുള്ള ഏറ്റവും വലിയ നിങ്ങളുടെ ആ ഒരു ആയുധം എന്ന രീതിയിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആയുധം വെച്ച് തന്നെ ആയിരിക്കും
ഇനിയുള്ള കാലം നിങ്ങൾക്ക് ആ നഷ്ടപ്പെട്ടു പോയതെല്ലാം പോരാടി നിങ്ങൾ പിടിച്ചെടുക്കുവാൻ പോകുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ തൊടുകുറിയിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിൽ കാണുന്ന മറ്റൊരു വീക്ക്നെസ് ആയിട്ട് ഇവിടെ എടുത്തു പറയുവാനുള്ളത്, നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആളുകളിൽ നിന്നുള്ള വിപരീത പ്രവൃത്തികൾ നിങ്ങൾക്ക് താങ്ങാനാകുന്നതല്ല. ഇതിപ്പോൾ ഇവിടെ എടുത്തു പറയുവാൻ കാരണം, ഇങ്ങനെയുള്ള ചില സങ്കടപ്പെടുത്തുന്ന പ്രവൃത്തികൾ ഈ പറഞ്ഞ ആളുകളിൽ നിന്നും ഈ അടുത്തിടെയായിട്ട് നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ നിന്നും നിങ്ങൾക്ക് മനോവിഷമങ്ങളും ഉണ്ടായിട്ടുമുണ്ട്. എന്നാൽ ഇതേ സമയം തന്നെ നിങ്ങൾക്ക് കൂടെ എടുത്തു പറയുവാനുള്ള മറ്റൊരു സന്തോഷ വാർത്ത എന്തെന്നാൽ, വരുന്ന 5 ദിവസത്തിനുള്ളിൽ ചില പോസിറ്റീവായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ആദ്യം പറഞ്ഞത് മറക്കേണ്ട, നിങ്ങളുടെ ജീവിതം നിങ്ങൾ പ്രതിസന്ധികളോട് പടവെട്ടി നേടിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഓരോ 5 ദിവസം കൂടുന്തോറും ജീവിതത്തിൽ രക്ഷപ്പെടുവാനുള്ള ഓരോരോ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ദൈവം അല്ല എങ്കിൽ പ്രപഞ്ചശക്തി തന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അങ്ങനെ ആ പ്രപഞ്ചശക്തി തരുന്നത് നിങ്ങൾ അറിയുന്നില്ല എന്നതാണ് ആ ഒരു യാഥാർത്ഥ്യം. എന്നാൽ ഇനി മുതൽ നിങ്ങൾ അത് അറിയും. അതെന്തുകൊണ്ടെന്നാൽ ഇവിടെ ഇപ്പോൾ ഈ തൊടുകുറിയിൽ ഞാൻ ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് ഇനി മുതൽ നിങ്ങൾക്കത് തീർച്ചയായും ശ്രദ്ധിക്കാൻ സാധിക്കും. എന്താണ് ഇതിൽ ഇത്ര ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇപ്പോൾ 5 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ വരുന്ന 10 ദിവസത്തിനുള്ളിൽ എന്ത് കാര്യമാണോ നടന്നു കിട്ടേണ്ടതായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്ത് കാര്യത്തെക്കുറിച്ചാണോ നിങ്ങൾ മനസ്സിൽ തീവ്രമായി ഈ സമയങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, ആ കാര്യം നടന്നു കിട്ടുവാൻ വേണ്ടി നിങ്ങളുടെ ഇഷ്ടദൈവമായിട്ടുള്ള പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടി ഈ പറഞ്ഞതുപോലെ 5 ദിവസത്തിലൊരിക്കൽ ചില അപ്രതീക്ഷിത സംഭവങ്ങളിലൂടെ അത് നിങ്ങൾക്ക് തീർച്ചയായും കാണിച്ചു തന്നിരിക്കും. ഉദാഹരണമായി, നിങ്ങൾക്ക് അത്യാവശ്യമായി കുറച്ച് പണം വേണം. എന്നാൽ നിരവധി പ്രാവശ്യം നിങ്ങൾ ഇതിനു വേണ്ടി ഈ ചിട്ടി നറുക്കെടുപ്പുകളിലൊക്കെ പങ്കെടുത്തു, അത് കിട്ടിയില്ല. ലോട്ടറി ടിക്കറ്റുകൾ എടുത്തു നോക്കി, അതിൽ നിന്നും ഒരു സമ്മാനം ലഭിച്ചില്ല. മറ്റൊരാളോട് കുറച്ച് ദിവസത്തേക്ക് വായ്പയായിട്ട് കുറച്ച് പണം ചോദിച്ചു നോക്കി, എന്നിട്ടും കിട്ടിയില്ല. ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവാധീനം കൊണ്ട് പെട്ടെന്നൊരു ഉൾവിളി നിങ്ങൾക്കുണ്ടാകും. അതായത് ഒരു ലോട്ടറി എടുക്കണം, മാത്രമല്ല ആ ലോട്ടറിയുടെ അവസാനത്തെ നമ്പർ ഏതായിരിക്കണം എന്നുകൂടി നിങ്ങൾക്ക് ആ സമയത്ത് ഒരു വെളിപാട് ഉണ്ടാകും. അതായത് മനസ്സിന്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാകും. അപ്പോൾ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ആ നമ്പർ ഉപയോഗിച്ച്, ആ തോന്നലുണ്ടായ ആ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾ ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ, അല്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ ചിട്ടിയിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ, ഇനിയിപ്പോൾ അതുമല്ല എങ്കിൽ ആ സംഖ്യയുമായി ബന്ധപ്പെട്ട ഒരു തുക നിങ്ങൾ മറ്റൊരാളോട് കടം ചോദിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിച്ചു കിട്ടുന്നതായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇങ്ങനെയാണ് ഈ പറഞ്ഞ 5 ദിവസത്തിനുള്ളിൽ അല്ല എങ്കിൽ വരുന്ന 10 ദിവസത്തിനുള്ളിൽ. ഇനിയിപ്പോൾ അതുമല്ല എങ്കിൽ ഓരോ 5 ദിവസം കൂടുന്തോറും നിങ്ങൾക്ക് അവകാശപ്പെട്ട ആ ഒരു ഭാഗ്യം നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്ന് തരുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞത് കാര്യം എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുക. അതായത് നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങളുടെ മനസ്സിൽ തീവ്രമായി ചിന്തിക്കുന്നത്, അത് നിങ്ങൾക്ക് നടത്തി തരുവാൻ ദൈവത്തിന്റെ പ്ലാൻ ഏതു രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് എപ്പോഴും ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഇരിക്കണം. അങ്ങനെ ആയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഓരോ 5 ദിവസം കൂടുന്തോറും നിങ്ങളുടെ ആ കാര്യം നടന്നു കിട്ടുവാൻ വേണ്ടി പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായും പ്രവർത്തിച്ചിരിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളൊന്നും പറയാനുള്ളത്, നിങ്ങൾ ഭഗവതി ക്ഷേത്രങ്ങളിൽ പുഷ്പാഞ്ജലികൾ, അതായത് രക്തപുഷ്പാഞ്ജലികൾ ആകാം, അല്ല എങ്കിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലിയും ആകാം. ഇതിൽ രണ്ടിൽ ഏത് ചെയ്താലും ഉത്തമമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള പച്ചത്തത്തയെ തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ പറയുവാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള മീനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങളാണ് ഇനി പറയുവാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ആദ്യമായി ഒന്നാമതായി ഇവിടെ എടുത്തു പറയുവാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരാണ്. ഈ കഷ്ടപ്പാട് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് 2 മേഖലകളിലാണ്, അതായത് 2 കാര്യങ്ങളിലായാണ്. അതിലൊന്ന് ധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മറ്റൊന്ന് ശാരീരികവും മാനസികവുമായി ബന്ധപ്പെട്ട ആ ഒരു അസ്വസ്ഥതകളും. അപ്പോൾ ഈ പറഞ്ഞ 2 മേഖലകളിലാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ മേഖലകളായിട്ട് ഇവിടെ തൊടുകുറി ഫലമായിട്ട് കാണുന്നത്. മാത്രവുമല്ല, നിങ്ങളിൽ ചില ആളുകളുടെ കാര്യം നോക്കിയാൽ, അതായത് ഇത് എല്ലാവർക്കും ഒരേപോലെ സംഭവിക്കും
എന്ന് പറയുവാൻ സാധിക്കില്ല. എന്നാലും ഭൂരിഭാഗം ആളുകളുടെയും കാര്യത്തിൽ നോക്കിയാൽ മറ്റൊരാളുടെ കഷ്ടകാല സമയത്ത് നിങ്ങൾ അവരെ നിങ്ങളുടെ ആ മനസാക്ഷി വെച്ച് ഈ പറഞ്ഞതുപോലെ പണം നൽകി സഹായിച്ചു, അല്ല എങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ അവരെ നിങ്ങൾ ശാരീരികമായും മാനസികമായിട്ടും ഹെൽപ്പ് ചെയ്തു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഈ കഷ്ടതകൾ അനുഭവിക്കുന്ന ഈ ഒരു സമയത്ത്, അല്ല എങ്കിൽ അല്പം ദുരിതം അനുഭവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അന്ന് നിങ്ങൾ ഉപകാരം ചെയ്തു കൊടുത്ത സുഹൃത്തുക്കളെ, ബന്ധുക്കളോ അല്ല എങ്കിൽ സഹപ്രവർത്തകരോ ആരും തന്നെ ആണെങ്കിലും ശരി, അവർ ആരും നിങ്ങൾക്ക് വേണ്ടത്ര പരിഗണന ഇപ്പോൾ തരുന്നില്ല എന്നതാണ് ഈ തൊടുകുറി ഫലമായിട്ട് കാണുവാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, ചെയ്യാത്ത തെറ്റുകൾക്ക് വരെ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ട അവസ്ഥയും നിങ്ങൾക്ക് സംജാതമായിട്ടുണ്ട്. അതിപ്പോൾ ഏതൊക്കെ രീതിയിലാണെന്ന് കൃത്യമായി പറയാൻ സാധിക്കില്ല. എന്നാൽ പലതും നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് ചില ഉദാഹരണങ്ങളായിട്ട് പറയുകയാണെങ്കിൽ, മറ്റാരോ നിങ്ങളുടെ ജോലി സ്ഥലത്ത് ചെയ്ത അബദ്ധങ്ങൾക്ക് അല്ല എങ്കിൽ കളവുകൾക്ക് നിങ്ങൾ ഉത്തരവാദിയാകേണ്ടി വന്നു. ഇനിയിപ്പോൾ ഈ പറഞ്ഞതല്ല എങ്കിൽ സുഹൃത്തിന്റെ ദുരവസ്ഥ കണ്ട് നിങ്ങൾ മറ്റൊരാളിൽ നിന്നും കുറച്ച് പണം കടം മേടിച്ച് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഉറ്റ സുഹൃത്തിനെ സഹായിച്ചു. എന്നാൽ ഇപ്പോൾ ആ സുഹൃത്ത് നിങ്ങളുടെ തലവട്ടം കണ്ടാൽ വഴിമാറിപ്പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആകെ കൂടി ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്നും വിപരീത ഫലങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ തൊടുകുറി ഫലപ്രകാരം നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്, യാത്രകളിൽ നിന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഇനി അങ്ങോട്ട് മെച്ചപ്പെടുത്തുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതായത് യാത്രാവേളകളിൽ നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചില സുഹൃത്തുക്കളെ നിങ്ങൾ ഉറപ്പായിട്ടും പരിചയപ്പെടുവാൻ ഇടയാകും. അത് പിന്നീട് സൗഹൃദമായിട്ട് വളർന്ന് ഒരിക്കലും വിട്ടുപിരിയാനാകാത്ത രീതിയിലുള്ള ഒരു ആത്മബന്ധമായി അങ്ങോട്ട് വളരുവാനും സാധ്യത കാണുന്നുണ്ട്. അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിന്റെ ആ ഒരു പ്രാരാബ്ദങ്ങൾ ആ സുഹൃത്ത് അങ്ങോട്ട് ഏറ്റെടുക്കും. അതായത് ആ സുഹൃത്ത് അത് ഏറ്റെടുക്കുന്നതായിട്ടുള്ള അവസ്ഥാന്തരങ്ങൾ ആ സമയത്ത് സംജാതമാകും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. മാത്രവുമല്ല, നിങ്ങൾക്ക് ആദ്യം പറഞ്ഞതുപോലെ മാനസികവും ശാരീരികവുമായിട്ടുള്ള കഷ്ടതകൾ ഉള്ളതുകൊണ്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത പല കാര്യങ്ങളും ഈ സമയം ആ സുഹൃത്ത് മുഖേന നിങ്ങൾക്ക് സാധിച്ചെടുക്കുവാനും കഴിയും. ഇതിനെല്ലാം നിങ്ങൾക്ക് കാരണമായി തീരുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് 5 ദിവസം മുതൽ നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്ന ചെറുതും വലുതുമായിട്ടുള്ള യാത്രകളാണ്. അതായത് നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം, അതിന് യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ല. അങ്ങനെ പ്രത്യേകം പരിധികളൊന്നും ഇതിന് പറയാൻ സാധിക്കില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞാൽ, അതൊരു തീർത്ഥാടനമായിരിക്കാം, അല്ല എങ്കിൽ നിങ്ങളൊരു ക്ഷേത്ര ദർശനം നടത്താൻ പോകുന്നതായിരിക്കാം. ഇനിയിപ്പോൾ അതുമല്ല എങ്കിൽ സുഹൃത്തുക്കളുടെ കൂടെയോ ബന്ധുക്കളുടെ കൂടെയോ ഏതെങ്കിലുമൊക്കെ ചടങ്ങുകൾക്ക് അവരോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്യുന്നതുമായിരിക്കാം. ഇങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ, അതായത് ആദ്യം നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ ഓരോ 5 ദിവസം കൂടുന്തോറുമല്ല എങ്കിൽ 5, 10, 15 ഇങ്ങനെ നിങ്ങളുടെ ജീവിതാവസ്ഥ എന്താണോ അതിന് ഉതകുന്ന രീതിയിൽ ഈ പ്രപഞ്ച ശക്തി നിങ്ങൾക്ക് ഓരോരോ അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞതുപോലുള്ള യാത്രകൾ നിങ്ങൾ പോകുമ്പോൾ പുതിയ ചില സുഹൃത്തുക്കൾക്ക് ഇങ്ങോട്ട് വന്ന് നിങ്ങളെ പരിചയപ്പെടുന്നുണ്ടോ, അഥവാ നിങ്ങളുടെ സങ്കടങ്ങളോ പ്രശ്നങ്ങളോ അത് കേൾക്കാൻ അവർ ഉത്സാഹം കാണിക്കുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് നിശ്ചയമായി ഉറപ്പിക്കാം, അവരാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ. അതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉറപ്പായിട്ടും പിന്നീടുള്ള ദിവസങ്ങളിലും പ്രയോജനം ഉണ്ടായിത്തീരും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അപ്പോൾ നിങ്ങളും ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഭഗവതി ക്ഷേത്ര ദർശനം നടത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള മീനെ തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ പറയുവാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുവാനായി ആഗ്രഹിച്ചത്. ഈ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മിസ്റ്റിക് ഇതിഹാസം സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.